ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്വേതാസ് ഡയറീസ്. നിങ്ങൾ വിചാരിക്കും അടുത്തത് ഞാൻ എവിടെ പോയതെന്നല്ലേ. ഞാനിന്ന് നാട്ടിൽ പോയായിരുന്നു, ഇന്ത്യയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നാൽ പിന്നെ ബാംഗ്ലൂർ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഒരു മോർ ദാൻ 5 years ആയെന്ന് തോന്നുന്നു ഞാൻ ബാംഗ്ലൂരൊക്കെ പോയിട്ട്. കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ടൈം വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ പ്ലെയിനിലാണ് പോയത്. കാണാൻ നല്ല ഭംഗിയുള്ള എയർപോർട്ടാണ് ബാംഗ്ലൂരിൻ്റെ. പക്ഷെ ഇഷ്ടംപോലെ നടക്കാനുണ്ട്. നമ്മുടെ കൊച്ചിയേക്കാളിലും കൂടുതൽ നടക്കാനുണ്ടായിരുന്നു ആ ബാംഗ്ലൂർ എയർപോർട്ടിൽ. എയർപോർട്ടിൻ്റെ ഡെക്കറേഷനും ആംബിയൻസും ഒക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 3 ദിവസം ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിന് പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിച്ചില്ല. ട്രാഫിക് പഴയ പോലെ തന്നെ നല്ല ഹെവി ട്രാഫിക്കാണ്. അവിടെ ഞങ്ങൾ 3 ദിവസം ഒരു ടാക്സിയിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ ആ ടാക്സിക്കാരൻ പറഞ്ഞത് ഞങ്ങൾ പോയ ടൈം കുറച്ച് ട്രാഫിക്ക് കുറഞ്ഞ ടൈമാണ്, അല്ലെങ്കിൽ ഇതിനേക്കാളിലും ഫുൾ ട്രാഫിക്കാണെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഫോറം മോളിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെയാണ് യാത്ര ചെയ്തത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. പണ്ട് ഞാനവിടെ ഒരു മോർ ദാൻ 1 year ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞങ്ങളിങ്ങനെ കറങ്ങാൻ പോകുന്നൊരു സ്പോട്ടൊക്കെ ആയിരുന്നു ഫോറം മോളൊക്കെ. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് OIA എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ പോയി. അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പോയതിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ആംബിയൻസും പിന്നെ നല്ല എക്സ്പെൻസീവായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണിത്. ഫോട്ടോഷൂട്ടും റീൽസ് എടുക്കാനും പറ്റിയ നല്ല അടിപൊളി സ്പോട്ട്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ ബാംഗ്ലൂർ ഏതായാലും വിസിറ്റ് ചെയ്തതുകൊണ്ട് എല്ലാ കസിൻസിനെയും കാണാൻ പറ്റി. എല്ലാവരെയും എനിക്ക് തോന്നുന്നു മോർ ദാൻ 4 years അല്ലെങ്കിൽ 3 years 5 years 6 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഓരോരുത്തരെയും ഞാൻ ആക്ച്വലി കണ്ടത്. ഇനി എപ്പോഴേ എല്ലാവരെയും ഇതുപോലെ ഒന്ന് കാണാൻ പറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ആക്ച്വലി 3 ദിവസമൊന്നും പോരാ ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്യാൻ. നമുക്കധികം സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. കൂടുതലും ഷോപ്പിങ്ങും ഹൗസ് വിസിറ്റും അതുപോലെ അങ്ങനെയൊക്കെ സമയം പോയി. തിരിച്ചു വരുന്ന ദിവസം ഞങ്ങൾ മോൾ ഓഫ് ഏഷ്യ, ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ എന്ന് പറയുന്നൊരു മോളിൽ ഞങ്ങൾ കയറി. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 2023 എങ്ങാണ്ടാണ് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞത്. ഈ ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ വൺ ഓഫ് ദ ലാർജസ്റ്റ് മോൾസ് ഇൻ ബാംഗ്ലൂരാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലാണ്, നല്ല അടിപൊളി മോളാണ്. എനിക്ക് തോന്നുന്നു ലുലുവിനെക്കാട്ടിലും നല്ല അടിപൊളിയാണെന്ന് തോന്നി എനിക്ക് കണ്ടപ്പോൾ. നല്ല വലുപ്പമുണ്ട്, നല്ല ലുക്കുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ എന്തോ ഇന്ത്യ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ലൈറ്റ്സ് അവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് അത്യാവശ്യം ഉള്ളപ്പോഴാണ് ഞങ്ങൾ മോൾ ഓഫ് ഏഷ്യ കയറിയത്. പക്ഷേ ഇരുട്ടി കഴിഞ്ഞപ്പോഴേ തിരിച്ചിറങ്ങിയത്. അപ്പോഴാണ് അതിൻ്റെ പുറത്തെ ആ ലൈറ്റിൻ്റെയൊക്കെ ബ്യൂട്ടി നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു ഈ മോളിൽ. എല്ലാവരും കറങ്ങാൻ വരുന്നൊരു സ്ഥലമാണല്ലോ മോളെന്ന് പറയുന്നത്. കറക്കം പ്ലസ് ഷോപ്പിംഗ് പ്ലസ് ഫുഡ് അടി, അങ്ങനെയെല്ലാം. ഈ മോൾ ആക്ച്വലി വിസിറ്റ് ചെയ്യാൻ അങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് പെട്ടെന്ന് എന്നാൽ ഒന്ന് ഓടി പിടിച്ച് കയറി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് ഈ മോളിൻ്റെ എൻട്രൻസ്. എനിക്കൊന്ന് വേറെയും ഏരിയയിൽ എൻട്രൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇതിലേക്കൂടാണ് കയറിയത്. ഈ മോളിൻ്റെ വൺ ഓഫ് ദ പ്രത്യേകത എന്ന് പറയുവാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ഷാൻഡിലിയേഴ്സ് ഉണ്ട്. എന്തൊരു വലുപ്പമാണെന്നറിയോ അതിനൊക്കെ. നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഈ ഷാൻഡിലിയേഴ്സൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തതെന്ന്. താഴെ വീണ് പോകത്തില്ലെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്ന ബ്രാൻഡഡ് ലക്ഷറി ഷോപ്സ്, ലക്ഷറി ഐറ്റംസ് കിട്ടുന്ന ഷോപ്സാണ് ഇവിടെ കൂടുതലും. ഫുൾ ബ്രാൻഡഡ് ഐറ്റംസ്, ഹൈ ക്ലാസ് ആണ് എല്ലാം ഇവിടെ. നമുക്ക് ആ കടയുടെയൊക്കെ പേര് കാണുമ്പോഴേ അറിയാം അവിടുത്തെ വില ഒക്കെ എത്രത്തോളം നമുക്ക് വരുമെന്ന്. അതുകൊണ്ട് പിന്നെ എല്ലാ കടയിലും കയറി ഇറങ്ങി വിലയൊന്നും തിരക്കാനും ഉള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അതിന് പിന്നെ തുനിഞ്ഞുമില്ല. ഞങ്ങൾ ജസ്റ്റ് ആ മോളിൻ്റെ ബ്യൂട്ടിയൊക്കെ കണ്ട് കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു അടുത്ത വട്ടം ബാംഗ്ലൂരിൽ എപ്പോഴേലും പോകാൻ ചാൻസ് കിട്ടിയാൽ ഈ മോളിൽ രാവിലെ ഇറങ്ങണം. എന്നിട്ട് പതുക്കെ എല്ലാം കണ്ടും കേട്ടും നോക്കിയും വേണമെങ്കിൽ വല്ലതൊക്കെ ഷോപ്പിംഗ് ചെയ്തിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കിന് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. ഫുൾ ഡേ ആ മോളിനകത്ത്, എങ്കിലേ അത് കണ്ട് തീരത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ലുലു മോൾ, നമ്മുടെ കൊച്ചിയിലെ ലുലു മോളായിരിക്കും ഫുൾ ഡേ കാണാനുള്ളതെന്ന്. പക്ഷേ അല്ല, അതിനേക്കാളും വലിയ മോളാണ് ഈ ബാംഗ്ലൂരിലെ മോൾ ഓഫ് ഏഷ്യ. പിന്നെ എല്ലാ മോൾസിലെയും പോലെയും ഈ കാണുന്ന ഏരിയയാണ് ഫുഡ് കോർട്ട്. അവിടെ അത് ഓഫ് കോഴ്സ് ഏറ്റവും മുകളിലത്തെ നിലയിലായിരിക്കും, അത് സ്വാഭാവികമാണ്. നല്ല
ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട് ഇവിടെ, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഏത് ടൈപ്പ് ഫുഡ് വേണേലും ഇവിടുന്ന് മേടിച്ച് കഴിക്കാം. അതുപോലെ വെറൈറ്റി ഓഫ് ഫുഡ് ഇവിടെ കിട്ടും. ഞാൻ പറഞ്ഞ ആ വലിയ ഷാൻഡിലിയറൊക്കെ കണ്ടില്ലേ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, ഓ എന്നാ വലുപ്പമല്ലേ. പിന്നെ അതുപോലെ ഇവിടെ അതിൻ്റെ മിഡിലായിട്ട് ഏറ്റവും സെൻറ്ററിലായിട്ട് ഡൊയാസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ ഇങ്ങനെ നല്ല ട്രീസൊക്കെ വെച്ചിട്ട് നല്ല ഒരു സ്പേസാണ് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും എല്ലാം കൊണ്ടും. എനിക്ക് ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ എനിക്ക് ഖത്തറിലെ ആ ഗാർഡൻ എനിക്ക് ഓർമ്മ വന്നു. അവിടെയും ഇതുപോലെ കുറേ ട്രീസൊക്കെ വെച്ച് ഒറിജിനാലിറ്റിയിലൊരു ടെൻറ്റും ആ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ. അങ്ങനെ ഈ മോളിലെ കാഴ്ചകളെല്ലാം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇരുട്ടി. ഇനി ഞങ്ങൾക്ക് തിരിച്ച് കേരളത്തിലേക്ക് പോകാനുള്ള ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ള ടൈമായിരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂരിനോട് ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവിടുന്ന് തിരിച്ചു. ബാംഗ്ലൂരിൽ പോവുകയാണ്, ഇഷ്ടംപോലെ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല. എടുത്ത വീഡിയോസൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.